ഐസ്ക്രീം സ്റ്റിക്ക് യൂസ് ചെയ്ത് നമുക്ക് ഒന്നല്ല രണ്ട് ക്രാഫ്റ്റാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണാം. കീപ് വാച്ചിങ്. അപ്പോൾ ആദ്യം ഇതുപോലെ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്ക് നമുക്ക് എടുക്കണം. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് താഴെ കാണുന്ന ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. എങ്കിലേ ഞാൻ ഇടുന്ന നെക്സ്റ്റ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കാണാൻ പറ്റും, അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഞാനിപ്പം രണ്ട് ടൈപ്പ് ക്രിസ്മസ് ക്രാഫ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ഒരു പുൽക്കൂടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പം ആദ്യം നമുക്ക് കുറച്ച് സ്റ്റിക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഹെക്സോ ബ്ലേഡാണ് യൂസ് ചെയ്തത്. പിന്നെ നിങ്ങൾക്ക് നല്ല മൂർച്ചയുള്ള സിസേഴ്സ് യൂസ് ചെയ്തു നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. പെട്ടെന്ന് കട്ടാവട്ടോ, വലിയ ഇഷ്യൂ ഒന്നുമില്ല. ഇനി നമുക്ക് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് ഗ്ലിറ്റർ പേപ്പറും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അത് വെച്ച് നമുക്കതൊന്ന് ഭംഗിയാക്കി എടുക്കണം. ഫൈനലി ഇതിൽ കുറച്ച് കളറിംഗ് കൂടെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു അടിപൊളിയായി ക്രിസ്മസ് ട്രീയിലൊക്കെ ഓർണമെന്റ്സ് ആക്കി വെക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഒരു ക്രാഫ്റ്റ് ഐഡിയ ആണ്. ക്രിസ്മസ് ഓർണമെന്റ്സ് നമുക്കതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനും ഒക്കെ പറ്റിയിട്ടുള്ള പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ ആണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് എന്തായാലും പിക്കൊക്കെ അയച്ചു തരിക. അപ്പം ഫീഡ്ബാക്കൊക്കെ കമൻ്റ് ആയിട്ട് എന്തായാലും അറിയിക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടില്ല, നമുക്കിനി ഒരു ക്രാഫ്റ്റും കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് കോട്ടൺ ആണ് ആവശ്യമായിട്ടുള്ളത്. അപ്പം അത് നമ്മൾ ഇതുപോലെ തന്നെ ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇത് മനസ്സിലായിട്ടുണ്ടാവും നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. അപ്പോൾ ഫൈനൽ ലുക്ക് എന്തായിരിക്കും എന്നുള്ളത് എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് ഫൈനലായിട്ട് ഇത് എന്തായി തീരും എന്നുള്ളത് നമുക്ക് നോക്കാം.
യെസ്, നമുക്ക് അടിപൊളിയായിട്ട് കിടിലനായിട്ടുള്ള ഒരു സാന്റാക്ലോസും കൂടെ നമ്മളിപ്പോൾ ഈ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് കുട്ടികൾക്കും ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഒരു ക്രിസ്മസ് ഡെക്കർ ഐഡിയ ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എന്തായാലും ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് തുടർന്ന് നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം. പിന്നെ ഒരു കാര്യം, ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് എന്തായാലും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ സെയിം ലുബ്നാസ് ക്ലൗഡ് തന്നെയാണ് പേര്. അപ്പോൾ നമുക്ക് അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.